വാർ ടു ഡയറക്റ്റഡ് ബൈ അയാൻ മുഖർജി. ഈ വാർ ടു അനൗൺസ് ചെയ്ത സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേക്കപ്പ് സെറ്റ്, എ ജവാനി ഹേ ദിവാനി പോലുള്ള സിനിമകളൊക്കെ ചെയ്ത അയാൻ മുഖർജി, ഈ രണ്ട് സിനിമകളും എൻ്റെ ഫേവറേറ്റ് പടങ്ങളാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ജോണറിൽ പടം ചെയ്തിരിക്കുന്ന അയാൻ മുഖർജി പിന്നീട് ബ്രഹ്മാസ്ത്ര ചെയ്തപ്പോൾ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ വർക്കായില്ല. അപ്പോൾ YRFിന്റെ സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ഒരു ഭയങ്കര ഒരു ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ, ആ രീതിയിലുള്ള സിനിമകൾ എങ്ങനെ അയാൻ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വാർ ടു എന്നുള്ളത്. ഞാൻ ഇവിടെ കൊച്ചിയിൽ 2K DCP ആണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളതിൽ തമ്മിൽ ഏറ്റവും ബെറ്റർ ഫോർമാറ്റ് എന്നുള്ളത് ഞാൻ IMAX-ലാണ് പടം കണ്ടത്. അപ്പോൾ ഇവിടെ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഫോർമാറ്റിലാണ് ഞാൻ പടം കണ്ട് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ സെറ്റ് ഓഫ് ഇതിന്റെ കഥ എന്ന് പറയുന്നത് ആദിത്യ ചോപ്രയാണ്. അപ്പോൾ പുള്ളിയുടെ കാലഘട്ടത്തിലുള്ള അതേ ക്ലീഷേ, ഒരു ഇതുമില്ലാത്ത ഒരു സിമ്പിൾ സ്റ്റോറി. പിന്നെ ഇതുപോലുള്ള ബ്രൈൻ റോട്ട് ആക്ഷൻ പടങ്ങൾക്കൊന്നും വലിയ സ്റ്റോറിയിലൊന്നും വേണ്ട, എന്തെങ്കിലും ചെറിയൊരു 1 ലൈൻ മതി. അതിലൂടെ അവർ പിന്നെ ഒരുപാട് വലിയ ആക്ഷൻ സീൻസ്, അതായത് ഇതിനകത്ത് ഹൃത്തിക് റോഷന്റെ ഇൻട്രോ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയൊരു ആക്ഷൻ സീൻ. പിന്നെ നെക്സ്റ്റ് ഹീറോ എന്ന് പറയുന്നത് ജൂനിയർ NTR ആണ്. പുള്ളി ഇപ്പോൾ ജൂനിയർ അല്ല, NTR ആണ്. അപ്പോൾ NTRന് വേണ്ടി വലിയൊരു ആക്ഷൻ സീക്വൻസ്, അതായത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യം കാണുമ്പോൾ ഒരു ആക്ഷൻ, പിന്നെ രണ്ടാമത് വീണ്ടും ഏറ്റുമുട്ടുന്നതിൻ്റെ ഒരു ആക്ഷൻ. അങ്ങനെ ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഏകദേശം 1.5 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ വലിയ ലെങ്തി ആയിട്ടുള്ള ഈ ഓരോ സീൻസും എന്ന് പറയുന്നത് 20 മിനിറ്റ് ഉണ്ട്. ഹൃത്തിക്കിന്റെ ഇൻട്രോ ആക്ഷൻ, ജൂനിയർ NTRന്റെ ഇൻട്രോ, പിന്നെ ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ആക്ഷൻ, പിന്നെ രണ്ടാമത് ഫ്ലൈറ്റിന്റെ മുകളിലുള്ള ഒരു ആക്ഷൻ. അപ്പോൾ ഇതിൽ ഈ ആക്ഷൻ സെറ്റ് പീസസ് അറേഞ്ച് ചെയ്യുമ്പോൾ ലോജിക്ക് എന്നുള്ളൊരു കാര്യം പോട്ടെ. നമ്മളിപ്പോൾ ഒരു ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ആക്ഷൻ സിനിമ ഇഷ്ടം? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്ഷൻ സിനിമയ്ക്ക് എല്ലാത്തിനും ഒരു ഡ്രാമ ഉണ്ടാവും. ആ ഡ്രാമ, ആ ഇമോഷൻ, അതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ആവുമ്പോൾ, അതായത് ഇവിടെ അടി പൊട്ടണം എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ സ്ഥലത്ത് കറക്റ്റായിട്ട് തന്നെ അടി പൊട്ടും. അപ്പം അങ്ങനെയാണ് ആക്ഷൻ സിനിമകൾ പണ്ട് ഡ്രാമ ഓറിയന്റഡ് ആയിട്ടുള്ള പടങ്ങളായിരുന്നു കൂടുതൽ. അതിൽ ആക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. പിന്നീടാണ് പിന്നെ ആക്ഷൻ അതായത് പ്യൂർലി ആക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമ വന്നത്. അപ്പോൾ ഈ സ്പൈ യൂണിവേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, ഒരു വലിയ സെറ്റ് പീസസ്, ആക്ഷൻ സെറ്റ് പീസസ് ഒരുക്കുക എന്നല്ലാതെ ഒരു കഥ എന്നുള്ള കാര്യത്തിൽ പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പിന്നെ കഥ ഒരാൾ, തിരക്കഥ ഒരാൾ, ഡയലോഗ് ഒരാൾ, ഡയറക്ഷൻ ഒരാൾ. അപ്പോൾ 4 ഡിപ്പാർട്ട്മെന്റ് 4 പേര് കൈകാര്യം ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഏതെങ്കിലുമൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് നന്നാകുമെന്ന്. പക്ഷെ ഇവിടെ കഥ എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആണ്. തിരക്കഥ എന്ന് പറയുന്നത് നോക്കിയേ വേണ്ട. ഡയലോഗ്സ്, ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് പോലും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് കഷ്ടം. പിന്നെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അയാൻ മുഖർജി, ഹൃത്തിക് റോഷൻ എന്ന് പറയുന്ന നടൻ. ഇപ്പോൾ വാർ എന്നുള്ള സിനിമയിൽ ഹൃത്തിക്കിന്റെ ഇൻട്രോ സീനില്ലേ, ആ ഇൻട്രോ സീൻ ഞാൻ എത്ര തവണ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടെന്ന് അറിയാം. അതായത് അതൊരു ഡയറക്ടറിന്റെ വിഷനാണ്. ഒരു ആക്ടർ, ഒരു ക്യാരക്ടർ, ഇപ്പൊ കബീർ എന്ന് പറയുന്ന ഒരു വലിയ ക്യാരക്ടറാണല്ലോ, ആ ക്യാരക്ടറിനെ എങ്ങനെ നമുക്ക് സ്ക്രീനിൽ നല്ല രീതിയിൽ കാണിക്കാമെന്നുള്ളത്. അതിൽ ഇതിന്റെ ഹൃത്തിക്കിന്റെ ഇൻട്രോ എന്ന് പറയുന്നത് വാർ ഫസ്റ്റ് പാർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ജൂനിയർ NTR ഉണ്ട്. അത് മാത്രമല്ല, ഈ പടത്തിൽ മൊത്തത്തിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇവർ മുഴുവനും ഈ ഗ്രീൻ മാറ്റ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ മാറ്റിനെ മാത്രം നമ്പി നമുക്കിത് കാണാം. ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്. നമുക്ക് ഈ കഥ നടക്കുന്ന ഒരുപാട് ലൊക്കേഷൻസ്, സിറിയ, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 10-12 ഇന്റർനാഷണൽ ലൊക്കേഷൻ ഉണ്ട്. ഫെറാറി വേൾഡ് കാണിക്കുന്നുണ്ട് അബുദാബിയിലെ. അപ്പൊ അവിടെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് ഒരു സ്ഥലത്ത് നടക്കുന്ന ആ ആക്ഷൻ എന്നുള്ളത് എത്രത്തോളം ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കാവോ അതുപോലെയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ഹ്യൂജ് ബഡ്ജറ്റ് ഉള്ള ഒരു പടമാണ്, എന്നാലും അതിലൊരു ഒറിജിനാലിറ്റി എന്നുള്ളൊരു സംഭവമില്ല. പിന്നെ ഇതിൽ തിരക്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ സംഭാഷണ സംവിധാനം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്നും നമ്മൾ ഒരു രീതിയിലും കണക്ട് ആവുന്ന രീതിയിലല്ല ഇവരെടുത്ത് വെച്ചിരിക്കുന്നത്. ഇവർക്ക് കുറേ ആക്ഷൻ കാണിക്കണം. ഹോളിവുഡ് സിനിമകളെ പോലെ ഒരുപാട് വലിയ ലാർജർ സ്കെയിലുള്ള ഈ ഫ്ലൈറ്റിനുള്ളിൽ ഗ്രാവിറ്റിയും കാര്യങ്ങളൊക്കെ പോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ രീതിയിൽ ഒരു കുറേ ആക്ഷൻ സീൻസ് എടുത്ത് നോക്കുക. ഫ്ലൈറ്റ്, ട്രെയിൻ, കാറ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ ചെയ്ത് എങ്ങനെയൊക്കെ വരാവോ ആ രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിലെ മെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള, അതായത് ഹൃത്തിക്കും ജൂനിയർ NTR തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ആ കോൺഫ്ലിക്റ്റിന്റെ കഥയൊന്നുമില്ലാതെ എന്ത് മാങ്ങാത്തൂലിയാണ് കാണിച്ചു കൊടുത്തതെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇന്റർവ്യൂവിൽ വരുന്നത്. ആ ഇന്റർവ്യൂവിൽ ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയുന്നത് ഈ ആദിത്യ ചോപ്ര സിനിമ ഡയറക്ട് ചെയ്ത് തുടങ്ങിയ കാലഘട്ടമില്ലേ, ആ കാലഘട്ടത്തുള്ള പഴയ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക, എപ്പോഴും എനിക്ക് പറയാതുള്ളൂ. അപ്പോൾ ഈ വാർ 2 എന്ന് പറയുന്ന പടം ടെക്നിക്കലി നമ്മൾക്കിപ്പോൾ പ്രീതമിന്റെ ഒരു പാട്ടുണ്ട്, ജനാബ് എന്ന് പറയുന്ന പാട്ട്. നമ്മൾ ആ ടീസർ കാണിച്ച പോലെ അല്ല, ടീസർ കാണിച്ചപ്പോൾ അത്ര ഇംപ്രസ്ഡ് ഒന്നും ആയില്ല. പക്ഷെ പാട്ട് ശരിക്കും ഫുൾ വെർഷൻ കണ്ടപ്പോൾ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഹൃത്തിക്കിന്റെ ആ ഒരു നല്ല ഗ്രേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൃത്തിക്കും ജൂനിയർ NTRും വന്നിട്ട് നമ്മളൊരു ഭയങ്കര ഒരു സംഭവം, അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അതിലും ടൈഗർ ഷ്രോഫും ഹൃത്തിക്കും തമ്മിലുള്ള വാർ 1 പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഹൃത്തിക്ക് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഹൃത്തിക്കിനെ ഇങ്ങനെയല്ല സ്ക്രീനിൽ, നമ്മൾ ഇതിലും നന്നായിട്ട് എത്രയോ അടിപൊളിയായിട്ട് ഹൃത്തിക്കിനെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അയാൻ മുഖർജി ആ രീതിയിലും
ഒരു ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ ഒക്കെ എടുക്കാനൊന്നും പുള്ളിക്ക് പറ്റില്ല എന്നുള്ളത് പുള്ളി വീണ്ടും തെളിയിച്ചു. ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് കിയാറയുടെ വേർഷൻ എന്ന് പറയുന്നത് അയാൻ മുഖർജിക്ക് എങ്ങനെ നല്ലൊരു ലവ് ആംഗിൾ കാണിക്കണമല്ലോ ഈ പടത്തിൽ. ഇതിൽ കിയാറ ഒരു സോൾജിയറാണ്. ആ സോൾജിയർ പ്രപ്പോസ് ചെയ്യുന്നു, നമുക്ക് റോ വേണ്ട എന്നൊക്കെ പറയുന്നു. ആ ഒരു ഗേളിന്റെ ഒരു, അതായത് ഒരു പൈങ്കിളി പെണ്ണ് എങ്ങനെ ഒരു സോൾജിയർ ആയാലും എങ്ങനെ ഇരിക്കും, ആ രീതിയിലേക്കാണ് ആംഗിൾ പോകുന്നത്. എനിക്കറിയില്ല ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. പിന്നെ ഈ പടത്തില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. 3 മണിക്കൂറോളം ഉണ്ട് പടം. അതിൽ ഒരുപാട് മടുപ്പിക്കുന്ന കുറേ കാര്യം. മെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വൻ കോമഡിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പടം അവസാനിക്കുന്ന രീതി, അയ്യോ രക്ഷയില്ല. പിന്നെ ഇതിനകത്ത് ആൽഫയാണ് ഈ ഫ്രാഞ്ചൈസിൽ അടുത്ത പടം. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഒന്നാമത് ഈ ഫ്രാഞ്ചൈസിനോട് തന്നെ താല്പര്യമില്ല. അപ്പൊ പിന്നെ ഇനി വരുന്ന ഈ ആൽഫ എന്ന് പറയുന്നത് അതൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ ആണ്. അപ്പൊ അതെങ്കിലും ബെറ്റർ ആവും എന്ന് നമുക്ക് ആശ്വസിക്കാം. സോ ഫോർ മീ വാർ 2 എന്ന് പറയുന്നത് പോരാ, ഡിസപ്പോയിന്റഡ്. 2 വലിയ പടങ്ങളാണ് വന്നിരിക്കുന്നത്. അതില് കൂലി തമ്മിൽ ഭേദം എന്ന് പറയാം. എന്നാലും വാർ 2 തീരെ സാറ്റിസ്ഫൈഡ് അല്ല.